അപ്പം നമ്മളുടെ ക്യാൻമോർ ആൻഡ് ബാൻഫ് വ്ളോഗിൻ്റെ അതായത് ട്രിപ്പിൻ്റെ Day 3 വ്ളോഗാണ് കേട്ടോ ഇന്ന്. ഫൈനൽ ഡേ ആണ്. ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളിന്ന് തിരിച്ചു പോകും. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ള 2 വീഡിയോസ് Day 1 ആൻഡ് Day 2 അത് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഉറക്കം കഴിഞ്ഞ് എണീറ്റ് നോക്കിയപ്പോൾ തന്നെ പുറത്ത് കണ്ട ഒരു കാഴ്ചയാണത്. മാനുകൾ അവിടെ നിൽക്കണ കണ്ടു. എനിക്കൊന്നും ഇത്ര അടുത്ത് കുറച്ചധികം നേരം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു ബാരിയർ ഉണ്ട്. അതായത് മൃഗങ്ങൾക്ക് ആ ഒരു വേലി പോലെ കെട്ടിയിട്ടിരിക്കുന്ന കണ്ടില്ലേ, അവിടം വരെ അവർക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനിപ്പുറത്ത് നമുക്ക് മനുഷ്യന്മാർക്ക് ഇവരെയൊക്കെ ഇങ്ങനെ ദൂരെ നിന്ന് കണ്ട് ആസ്വദിക്കുകയും ചെയ്യാം. എന്നാൽ ഈ മൃഗങ്ങൾക്ക് പേടിയില്ലാണ്ട് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് അവരുടെ സൗകര്യത്തിന് നടന്ന് തീറ്റ തേടും എന്താ വെച്ചാൽ അവരുടെ സൗകര്യം പോലെ അവർക്ക് നടക്കുകയും ചെയ്യാം. അവർക്കും ബുദ്ധിമുട്ടില്ല, നമുക്കും ബുദ്ധിമുട്ടില്ല. പിന്നെ ആൽബർട്ടയിൽ പൊതുവേ ആനിമൽസൊക്കെ വളരെ കോമൺ ആയിട്ട് കാണുന്ന സ്ഥലമാണെന്നാണ് പറയപ്പെടുന്നത്. ഞാൻ പക്ഷേ മൊയലുകളെയും ഇതുപോലെ മാനുകളെയൊക്കെ മാത്രം കണ്ടിട്ടുള്ളൂ. കരടികളൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടെന്ന് ഇവിടെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ പക്ഷേ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ 2 ദിവസത്തെ സുഖവാസത്തിന് ശേഷം ഞങ്ങളിപ്പോൾ ഈ റിസോർട്ടിനോട് ബൈ പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. ലഗേജൊക്കെ കാറിൻ്റെ ട്രങ്ക് സ്പേസിൽ വെച്ചു, അതായത് കാറിൻ്റെ ഡിക്കിയിലേക്ക് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് വിനു. പിന്നെ നമ്മൾ പിള്ളേരെ എല്ലാം കാറിനകത്തേക്ക് ഇരുത്തി, കാർ സീറ്റിലും അല്ലാണ്ടും ഒക്കെ ആയിട്ട് സീറ്റ് ബെൽറ്റൊക്കെ ഇടിച്ചിരുത്തി. അത് വളരെ നാട്ടിലാണെങ്കിലും നിർബന്ധമാക്കേണ്ട ഒരു പരിപാടികളിലൊന്നാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അബ്രോഡുള്ള മിക്ക രാജ്യങ്ങളിലും ഇത് മസ്റ്റായിട്ട് ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ്. നാട്ടിലും അത് വേണം തന്നെ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഇപ്പോൾ വിൻഷീൽഡ് വാട്ടർ, അതല്ലെങ്കിൽ വൈപ്പർ ഫ്ലൂയിഡ് എന്ന് പറയും, അങ്ങനെ ഒരു ലിക്വിഡ് ഒഴിക്കുകയാണ്. അത് ഇതുപോലുള്ള ഭയങ്കരമായിട്ട് തണുപ്പുള്ള രാജ്യങ്ങൾ വളരെ അത്യാവശ്യമാണ്. കാരണം ഇത് ഒഴിച്ചാലേ വൈപ്പർ അതിൻ്റെ കറക്റ്റ് യൂസേജ് അതുകൊണ്ട് ഉണ്ടാവുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഈ തണുത്ത് ഇങ്ങനെ ഐസായിട്ട് വിൻഡും പോട്ടെ, നമ്മുടെ ഫ്രണ്ടിലത്തെ കാറിൻ്റെ ചില്ലുണ്ടല്ലോ, മിററല്ല ചില്ലും ഇങ്ങനെ വെള്ളമൊക്കെ വീണിട്ടാണ് ഐസ് പോലെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ വെറുതെ വെള്ളം ഒഴിച്ച് വൈപ്പർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോവില്ല, അത് അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഉപകാരമില്ല. അപ്പോൾ ഈ ഒരു ലിക്വിഡ് ഒഴിച്ച് കഴിഞ്ഞാൽ അതൊക്കെ പോയി കിട്ടും. അതിന് വേണ്ടിയാണ് ഇത് ഒഴിക്കുന്നത്. നമ്മളെന്നും ബാൻഫിലേക്ക് തന്നെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ ബാൻഫിൻ്റെ പാസ് എടുത്തിട്ടില്ല. പക്ഷേ നമ്മൾ ഇവിടെ ഗൊണ്ടോളയുണ്ട്, അതിനെപ്പറ്റി ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ അതിൻ്റെ പാസ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പം ഏതോ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ എനിക്ക് കറക്റ്റ് സ്ഥലം ഏതാണെന്ന് എനിക്കറിയില്ല. ഇതുപോലെ പോലീസ് ഓഫീസേഴ്സ് ആണോ സെക്യൂരിറ്റി ഓഫീസേഴ്സ് ആണോ എന്ന് എനിക്കറിയില്ല. അവർ വന്നിട്ട് പാസ് ചോദിച്ചു. അപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടായില്ല. വരുന്ന വഴിക്ക് ആ പാസ് എടുക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു, പക്ഷെ നമുക്കത് മനസ്സിലായില്ലായിരുന്നു. അപ്പോൾ ഇവർ അവിടെ നിന്ന് തന്നെ ഇഷ്യൂ ചെയ്തു തന്നു. പ്രശ്നമൊന്നുമില്ല, അവരവിടെ നിന്ന് തന്നെ നമുക്ക് ഇഷ്യൂ ചെയ്തു തരും. അതാണ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് ഫ്രണ്ടിൽ ചില്ലുന്ന. അപ്പോൾ നമ്മൾ 1 ഡേ പാസ്സാണ് ബാൻഫിൽ. 1 ഡേ, അതായത് അവിടെ കറങ്ങാനുള്ള 1 ഡേ പാസ്സാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ ബാൻഫ് ഡൗൺ ടൗണിലേക്കാണ് ആദ്യം പോകാമെന്ന് വിചാരിച്ചത്. പക്ഷേ നമ്മൾ ഓൺ ദ വേ നമ്മൾ ഒരു ലേക്ക് ജസ്റ്റ് ഒന്ന് കണ്ടേക്കാമെന്ന് ചോദിച്ചു. ലേക്ക് മിനവോങ്ക എന്ന് പറഞ്ഞൊരു ലേക്കാണ് ബാൻഫിലുള്ളത്. അപ്പം ഇതും ഫ്രോസൺ ആണ്. പക്ഷേ കഴിഞ്ഞ ദിവസം Day 2 നമ്മൾ കണ്ടില്ലേ ഒരു ലേക്ക് ലൂയിസ് എന്ന് പറഞ്ഞിട്ടൊരു ലേക്ക്, അത് ഫുൾ ഫ്രോസൺ ആണ്. എന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ കൂടെ ഞാൻ ആ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ നടക്കാം, ഓടാം, ചാടാം, നമ്മളുടെ ഐസ് ഹോക്കി വരെ അവിടെ കളിക്കും. പക്ഷേ ഇതങ്ങനെയല്ല. എനിക്ക് തോന്നുന്നു മുകളിലത്തെ ഭാഗം മാത്രം ആണ്. അതും ചില സ്ഥലങ്ങളിലൊക്കെ അത്രയും ഫ്രോസൺ ആയിട്ടില്ല, ചില സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യം ഫ്രോസൺ ആണ്. അങ്ങനെ നമ്മൾ എല്ലായിടത്തും ചെയ്യുന്ന പോലെ തന്നെ ഇവിടെയും വന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടാണ് പിന്നെ നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോയത്. ബൈ ദ വേ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഇവിടെ വിൻ്ററായി കഴിഞ്ഞാൽ കാറൊക്കെ കുറേ ട്രാവൽ ചെയ്യുന്ന കാറൊക്കെ കാണാൻ ഭയങ്കര ചെളിയൊക്കെ പിടിച്ചിരിക്കുന്നു. അതിനൊരു ക്ലാസിക് എക്സാമ്പിളാണ് കേട്ടോ ഇത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പം ബാൻഫിൻ്റെ ഡൗൺ ടൗണിലേക്കാണ് പോകുന്നത്. ഡൗൺ ടൗൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഒരു സിറ്റിയുടെ അല്ലെങ്കിൽ ഒരു ടൗണിൻ്റെ ഒക്കെ സെൻട്രൽ ഏരിയ അല്ലെങ്കിൽ ഒരു സെൻട്രൽ പോയിന്റ് എന്നൊക്കെ പറയാവുന്ന ഒരു സ്ഥലമാണ്. അപ്പം ബാൻഫ് എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഡൗൺ ടൗണിൽ കുറേ ടൂറിസ്റ്റിനൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി കുറേ കടകൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ, അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഇവിടുത്തെ ഡൗൺ ടൗണിലും ഉണ്ട്.
ആ കാണുന്ന ദ സ്പിരിറ്റ് ഓഫ് ക്രിസ്മസ് എന്ന് പറഞ്ഞ കടയിൽ നിന്നാണ് ലാസ്റ്റ് ടൈം ഞങ്ങളിവിടെ വന്നപ്പോൾ, അതായത് ക്രിസ്മസിനൊക്കെ കുറേ മുമ്പ് ക്രിസ്മസിൻ്റെ ക്രിബ് ഉണ്ടല്ലോ, അതിനകത്ത് വയ്ക്കുന്ന നമ്മുടെ ഉണ്ണീശോ സെറ്റ് എന്നൊക്കെ പറയില്ലേ, ആ സംഭവം വാങ്ങിയത്. അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ്, പക്ഷെ ഭയങ്കര ഭംഗിയാണ് അതിൻ്റെ ഉള്ള സംഭവങ്ങളൊക്കെ കാണാനായിട്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ മറ്റേ ബാൻഫില ലേക്ക് ലൂയിസിൻ്റെ അടുത്ത് ഇതുപോലെ കുറേ ഐസ് വെച്ചിട്ട് സ്കൾപ്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കിയത് ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നു. അതുപോലെ ഇവിടെയും അത്ര അധികമൊന്നും ഇല്ലെങ്കിലും കുറച്ച് ഇതുപോലെ ഐസ് വെച്ചിട്ടുള്ള സ്കൾപ്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ മറന്നുപോയി, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജാനുവരി എൻഡിൽ ഞങ്ങൾ പോയ ട്രാവൽ വ്ളോഗാണ്, അതായത് അന്നത്തെ വീഡിയോസാണ് കേട്ടോ ഞാനിപ്പം ഇട്ടുകൊണ്ടിരിക്കുന്നത്. ബാൻഫ് ഡൗൺ ടൗണിൻ്റെ സൗന്ദര്യമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ബാൻഫ് ഗണ്ടാളയിലേക്ക് പോവുകയാണ്. ഗണ്ടാള എന്ന് പറഞ്ഞ വാക്ക് എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ എപ്പോഴോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് അവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ നാട്ടിൽ ഈ കേബിൾ കാർ എന്ന് പറഞ്ഞ പരിപാടിയില്ലേ, അത് തന്നെയാണ് സംഭവം അവിടെ. അത് ഇവിടെ അതിന് സ്കൈ ട്രാം എന്ന് പറയും. ഇനി അതിന് വേറെ എന്തെങ്കിലും പേരുകളുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ടെക്നിക്കലി ഈ നമ്മുടെ നാട്ടിലെ കേബിൾ കാറായിട്ട് വലിയ വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ പറയാൻ അറിഞ്ഞൂടാ കേട്ടോ. ഇപ്പം നമ്മൾ പോകുന്ന സ്ഥലത്ത് കുറച്ചധികം ഹൈറ്റിലാണ് നമ്മൾ. ഇപ്പം ഞാൻ നാട്ടിൽ മലമ്പുഴ ഡാമിലൊക്കെയാണ് എൻ്റെ ഓർമ്മയിൽ ഞാൻ പോയേക്കണത്. പിന്നെ ഏതൊക്കെയോ തീം പാർക്കുകളിലൊക്കെ ഇത് കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അങ്ങനെ വലിയ പൊക്കത്തിലേക്കല്ല അതൊക്കെ പോകുന്നത്. അതൊരു മിനിമം, അതായത് ഭയങ്കര ഹൈറ്റ് ഇല്ലാത്ത സ്ഥലത്തെ കൂടെയാണല്ലോ ആ കേബിൾ കാറൊക്കെ പോകുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ബേസ് ലെവലിൽ നിന്ന് കുറച്ചധികം പൊക്കത്തിൽ, വളരെ അധികം പൊക്കത്തിലേക്കുള്ളൊരു മലയുടെ മുകളിലേക്കാണ് നമ്മളെ ഈ സ്കൈ ട്രാം കൊണ്ടെത്തിക്കുന്നത്. അപ്പം നമ്മളിതാ ഇപ്പം സ്ഥലം എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മൾ പറഞ്ഞ സംഭവം. ഇതിങ്ങനെ പോയി അതായത് ചെറിയ ഹൈറ്റിൽ തുടങ്ങി പിന്നെ അങ്ങോട്ട് പോയി ഒരു ഭയങ്കര പൊക്കത്തിലേക്കാണ് അങ്ങ് പോകുന്നത്. നമുക്ക് വഴിയെ കാണാം. അപ്പം നമ്മൾ ഇതിൻ്റെ ടിക്കറ്റൊക്കെ നമ്മൾ ഓൾറെഡി, നമുക്ക് വേണമെങ്കിൽ അവിടെ പോയി ബുക്ക് ചെയ്യാം, അതല്ല നമുക്ക് ഓൺലൈനിൽ നേരത്തെ തന്നെ ബുക്ക് ചെയ്യാം. നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടാണ് വന്നപ്പോൾ നമുക്ക് ടൈം സ്ലോട്ടൊക്കെ കിട്ടിയിരുന്നു. അപ്പം നമ്മൾ ആ ടൈമിലാണ് നമ്മളവിടെ എത്തിയത്. അങ്ങനെ നമ്മൾ സ്കൈ ട്രാമിൽ കയറാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പം ആ സംഭവം വരുന്നത് വരെ നമ്മളവിടുത്തെ ഒരു പുള്ളിക്കാരിയായിട്ട് വർത്താനം പറഞ്ഞൊക്കെ നിൽക്കുമായിരുന്നു. ആ നീല കളറിൽ ഓടി വരുന്നതാണ് നമ്മളുടെ സ്കൈ ട്രാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് എന്തോരം പൊക്കത്തിലാണ് പോകണമെന്ന് ആദ്യം കയറുന്ന സമയത്തോ അതിന് മുമ്പോ നമുക്ക് വലിയ ധാരണ ഇല്ലായിരുന്നു ഉള്ളത് പറഞ്ഞാൽ. ഇത് എത്ര ദൂരം ഉണ്ട്, എത്ര സമയം എടുക്കും, ഇതിനെപ്പറ്റി ഒന്നും ഒരു ധാരണയും നമുക്ക് ആദ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നെ അങ്ങോട്ട് അകത്ത് കയറിയിരുന്ന് ഡോറൊക്കെ അവർ വന്ന് അടച്ച് ഇത് മൂവ് ചെയ്ത് തുടങ്ങിയപ്പോഴും നമുക്ക് വലിയ ബുദ്ധിമുട്ടോ ടെൻഷനോ പേടിയോ ഒന്നും തോന്നിയൊന്നുമില്ല. നമ്മൾ ചില്ലായിരുന്നു. പക്ഷേ ഇതങ്ങോട്ട് ഒന്ന് പൊങ്ങി തുടങ്ങിയപ്പോൾ പെട്ടെന്നല്ല കുറച്ച് നേരത്തേക്ക് ഒരു ടെൻഷനും പേടിയൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയായിരുന്നു. വിനുവിനും തോന്നിയായിരുന്നു, വിനു സമ്മതിച്ച കാര്യമാണ്. പിന്നെ കുറച്ചങ്ങ് മുകളിലെത്തി കഴിഞ്ഞപ്പോൾ പിന്നെ താഴേക്കൊക്കെ നോക്കുമ്പോൾ ഭയങ്കര ഭംഗി, ഭയങ്കര അടിപൊളി സീനറി അങ്ങനെയൊക്കെ കണ്ടപ്പോൾ പിന്നെ എൻ്റെ ടെൻഷനൊക്കെ പോയി കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു വ്യൂ ഒക്കെ നമ്മൾ ശരിക്കും ആസ്വദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വ്യൂ ഇത്ര മുകളിൽ നിന്ന് നമ്മളിങ്ങനെ കാണുന്നത്. മുഖത്തൊരു ചിരിയും വെച്ചോണ്ടായിരിക്കണത്. The gondola cabin wing swings open. You will be 2,281 meter above sea level, looking down on the town of Banff and out over 6 mountain ranges. ഇവിടുന്ന് മോളിൽ നിന്ന് ബാൻഫ് ടൗൺ കാണാന്നാണോ പറയുന്നത്? അങ്ങനെ നമ്മളൊരു 8 മിനിറ്റ് കൊണ്ട് നമ്മുടെ താഴേന്ന് ഈ മലയുടെ മുകളിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഈ മലയുടെ ഉള്ളിലോട്ട്, അതായത് മുകളിലോട്ട് ഇറങ്ങാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അതുകൊണ്ട് ഇറങ്ങുന്ന ഭാഗമൊന്നും വീഡിയോ എടുക്കാൻ ഞാൻ
ഞാൻ എടുത്തില്ലായിരുന്നു. അപ്പം ഇത് സൾഫർ മൗണ്ടൻ എന്നാണ് ഈ മൗണ്ടൻ്റെ പേര്. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് സീ ലെവലിൽ നിന്ന് 2281 മീറ്റർ മുകളിലായിട്ടാണ്. അതായത് സീ ലെവലിൽ നിന്ന് 7486 അടി മുകളിലാണ് നിൽക്കുന്നത്. അപ്പം ഇത് മലയുടെ മുകളിലാണ്, ഇത്ര പൊക്കത്തിലാണെന്നൊക്കെ പറഞ്ഞാലും ഇവിടെ ഒരു അടിപൊളി സെറ്റപ്പ് അവർ ഉണ്ടാക്കിയെടുത്തേക്കാണ് കേട്ടോ. ഇതിനകത്ത് കുറേ പരിപാടികളുണ്ട്, ഷോപ്പുകളുണ്ട്, കഫേസ് ഉണ്ട്, ആക്ടിവിറ്റി ഏരിയാസ് ഉണ്ട്, എക്സിബിഷൻ സെൻറ്റേഴ്സ് ഉണ്ട്, ഈ പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റിയ ഏരിയാസ്, അങ്ങനെ കുറേ പരിപാടികൾ ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് സ്റ്റാമ്പിംഗ് മെഷീൻ. ഇതുപോലെ കുറേ സ്റ്റാമ്പിംഗ് മെഷീൻസ് ഇവിടെ കുറേ സ്ഥലത്തായിട്ട് ഉണ്ട്. ഇതിനെ ഇങ്ങനെ തന്നെയാണോ പറയണതെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ വന്നപ്പം ഈ പിള്ളേരുടെ കയ്യിൽ ഓരോ ആക്ടിവിറ്റി ബുക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഓരോ ബുക്സിൻ്റെ അകത്തും പല പേജുകളിലായിട്ട് സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ ഏരിയ ഉണ്ട്. അപ്പം ഈ ഓരോ സ്റ്റാമ്പിംഗ് മെഷീൻ്റെ സൈഡിലും ഓരോ പടങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഓരോ പടത്തിൻ്റെ നമ്മുടെ ബുക്കിനകത്തുള്ള ആ ഓരോ പടത്തിൻ്റെ അവിടെ സ്റ്റാമ്പ് ചെയ്യണം എന്നാണ് ഇതിനൊരു കോൺസെപ്റ്റ്. അപ്പം ഞാൻ ജസ്റ്റ് പിള്ളേരെ കൊണ്ട് ചെയ്യിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുന്നത്. പിള്ളേർക്ക് മാത്രമല്ല, നമുക്കിതൊക്കെ ചെയ്യാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടാവും.
ഇവിടെ നിന്ന് കുറച്ചധികം ഈ വഴി കൂടെ നടന്നു പോയി കഴിഞ്ഞാൽ സൾഫർ മൗണ്ടൻ കോസ്മിക് റേ സ്റ്റേഷനിൽ എത്തിപ്പെടാൻ പറ്റും. ദൂരെ അങ്ങ് ആ മലയുടെ മുകളിൽ കാണുന്നില്ലേ, ആ ഒരു പോയിന്റിൽ അവിടെയാണ് പണ്ട് കാലത്ത്, ഇപ്പം എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പണ്ട് അവിടെ സയൻറ്റിസ്റ്റ് ഒക്കെ വന്നിട്ട് കോസ്മിക് റേസിനെ പറ്റി സ്റ്റഡീസൊക്കെ നടത്തിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പം നമ്മൾ മലമുകളിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞതാ. ഇപ്പം നമ്മൾ കയറിയ സ്ഥലത്ത് തന്നെ തിരിച്ച് ഇറങ്ങാൻ പോവാണ് കേട്ടോ. പിന്നെ ആക്ച്വലി ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. നമ്മൾ ആക്ച്വലി സ്കൈ ട്രാമിനകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടി ഉള്ളൊരു ഫോട്ടോ, അതായത് സ്കൈ ട്രാമും കൂടെ കാണിച്ചിട്ടുള്ളൊരു ഫോട്ടോ അവരെടുക്കും. അത് നമുക്ക് ജസ്റ്റ് നമ്മളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അത് നമുക്കൊന്ന് കാണിച്ചു തരും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രിൻറ്റഡ് കോപ്പി നമുക്ക് അവിടെ നിന്ന് എടുക്കാം. പക്ഷേ അത് നിർബന്ധമൊന്നുമല്ല കേട്ടോ, അത്യാവശ്യം കാശുണ്ട്. പക്ഷെ അവർ സോഫ്റ്റ് കോപ്പി തരില്ല. അപ്പം നമ്മൾ 3 സൈസാണെന്നാണ് എൻ്റെ ഓർമ്മ. നമുക്ക് ആവശ്യമുള്ള സൈസ് പ്രിൻറ്റഡ് കോപ്പി നമുക്ക് വാങ്ങാം. അപ്പം നമ്മൾ അവിടെ നിന്ന് ഒരെണ്ണം വാങ്ങിയായിരുന്നു. പിന്നെ ഇതിനകത്തും ഈ ബിൽഡിങ്ങിനകത്തും കുറേ ഈ പറഞ്ഞ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മിക്ക ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിലും കാണുന്ന സംഭവം തന്നെയാണല്ലോ. പക്ഷെ നമ്മൾ സ്ഥിരം മിക്ക സ്ഥലങ്ങളിലും പോകുമ്പോൾ വാങ്ങുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ അത് വാങ്ങിയിട്ടാണ് നമ്മൾ തിരിച്ചു പിന്നെ പോയത്. അങ്ങനെ നമ്മൾ മറ്റേ സാധനത്തിനോട് ഗണ്ടോലനോട് ബാൻഫ് ഗണ്ടോലനോട് ബൈ ബൈ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഒരു 1.5 മണിക്കൂറിൻ്റെയൊക്കെ യാത്രയ്ക്ക് ശേഷം നമ്മൾ തിരിച്ച് കാൽഗറിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾ വീട്ടിലേക്ക് പോണതിന് മുമ്പായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു കാർ വാഷും കൂടെ ഒന്ന് കയറാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ വിൻ്റർ ടൈമിൽ കുറേ അധികം ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ കാറ് ഭയങ്കരമായിട്ട് ചെളി പിടിക്കും. അപ്പം ഇത്തവണ നമ്മൾ തിരിച്ചെത്തിയല്ലോ, ഇനിയിപ്പോൾ വേറെ യാത്ര ചെയ്യാനൊന്നുമില്ലല്ലോ പെട്ടെന്നൊന്നും. അപ്പം നമ്മൾ കാർ വാഷും കൂടെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. കാർ വാഷ് ആക്ച്വലി മാത്തിന് തീരെ ഇഷ്ടമല്ല, ഭയങ്കര പേടിയാവും അവന്. പക്ഷെ നമുക്ക് വേറെ വഴിയില്ല. പിന്നെ കാർ വാഷിന് സമയത്ത് അവനെ ഒന്ന് സമാധാനിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞിരിക്കുക എന്നല്ലാണ്ട് വേറെ വഴിയില്ല. അപ്പം എന്തായാലും നമ്മൾ കാർ വാഷിന് കയറുകയാണ്. അപ്പം എന്തായാലും നിങ്ങളോട് എല്ലാവരോടും എനിക്കൊരു ബിഗ് താങ്ക്സ് പറയേണ്ടത്. ഇച്ചിരി വലിയ വീഡിയോ ആണ്, എന്നാലും നിങ്ങൾ കണ്ടിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇനിയും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു വൺസ് അഗൈൻ.